അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളായവരോട് എനിക്ക് പറയാനുള്ളത്, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഖൈറിന്റെ ബാബുകളും തുറക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഒരു ജീവിതം നിങ്ങൾ നയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഭാഗ്യവും തൗഫീഖും വലിയ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും കൈവരിക്കാൻ സാധിക്കും. ദിക്ർ ചൊല്ലലോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എന്നാൽ പ്രത്യേകമായുള്ള ഒരറിവാണ്, എല്ലാവർക്കും അറിയാമെങ്കിലും ജീവിതത്തിൽ പകർത്താൻ പ്രയാസമായിരിക്കാം എന്ന് കരുതുന്നു. എന്നാലും ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും സംഭവിക്കുന്നതാണ്. ഓരോ ദിവസവും റാഹത്തിലുള്ള ജീവിതം, മനസ്സമാധാനത്തിലുള്ള ജീവിതം, റബ്ബിന്റെ പ്രത്യേക പ്രൊട്ടക്ഷനുള്ള ജീവിതമായി മാറും. ഏതാണ് ആ കാര്യം എന്ന് ഞാൻ പറയാം. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫദ്കുറൂനി അദ്കുറുക്കും, എന്നെ നിങ്ങൾ ഓർത്താൽ ഞാനും നിങ്ങളെ ഓർക്കും. അപ്പോൾ എന്നെ, അതായത് അള്ളാഹുവിനെ ഒരാൾ ഓർത്ത് കഴിഞ്ഞാൽ അള്ളാഹു ഈ മനുഷ്യനെയും ഓർക്കുന്നതാണ്. ഓർക്കുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു ചെയ്തു കൊടുക്കും എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. റബ്ബിനെ ഓർക്കുന്ന നേരത്ത് ഒരാൾക്കും തെറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള സത്യമാണ്. വളരെ കറക്റ്റായ കാര്യമാണ്. ഒന്ന് പരീക്ഷിച്ചു നോക്കുക. റബ്ബിനെ ഓർക്കുക. എങ്ങനെയാണ് റബ്ബിനെ ഓർക്കേണ്ടത്? ഞാൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹുവിന് എല്ലാം വളരെ വ്യക്തമായി, എന്നെയും എൻ്റെ ഉള്ളും പുറവും എല്ലാം വളരെ ക്ലിയറായിട്ട് കാണാൻ കഴിയുന്ന യജമാനനായ അള്ളാഹുവാണ്. ആ അള്ളാഹു എന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തെറ്റ് ചെയ്യരുത്, അതുകൊണ്ട് വഞ്ചന നടത്തരുത്, കളവ് പറയരുത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ നല്ല കാര്യങ്ങളും. ഇപ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് വളരെ അർജന്റായിക്കൊണ്ട് ഒരാൾക്കൊരു സഹായം വേണം എന്ന് പറഞ്ഞു. ആ പറഞ്ഞ നേരം അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എന്നെ റബ്ബ് ഈ നിമിഷം കാണുന്നുണ്ട്, എൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നെൻ്റെ റബ്ബ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ പിന്നെ എനിക്ക് പറ്റൂല എന്ന് പറയൂല. അവിടെ അവനക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും അവിടെ നടത്തിക്കൊണ്ടിരിക്കും. സാമ്പത്തികമായിട്ട് ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉള്ളവൻ്റെ അടുത്ത് പോയി വാങ്ങിക്കൊടുക്കാനുള്ള പരിശ്രമമായിരിക്കും. വീടില്ലാത്ത പ്രശ്നമാണെങ്കിൽ വീടുണ്ടാവാനുള്ള മറ്റു മാർഗങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ എളുപ്പമാക്കാനുള്ള പരിശ്രമമായിരിക്കും. ഇങ്ങനെ ഒരു ബേജാറായിരിക്കും. കാരണം എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് അവനെ വെറുതെ മടക്കുന്നത് എൻ്റെ റബ്ബിന് ഇഷ്ടമില്ല എന്ന് ഇവനക്ക് ഈ റബ്ബിനെ ഓർക്കുന്നതിലൂടെ മനസ്സിലാകുന്നു. ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ റബ്ബിനെ ആലോചിക്കുമ്പോൾ എന്നെ റബ്ബ് കാണുന്നുണ്ട് എന്ന ചിന്തയിൽ ജീവിക്കുന്നവർക്ക് വലിയ ഭാഗ്യങ്ങളായിക്കൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമായി മാറും റബ്ബിനെ ഓർത്തു കഴിഞ്ഞാൽ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ആ ആയത്ത് പറയുകയാണ്, ഫദ്കുറൂനി അദ്കുറുക്കും, എന്നെ നിങ്ങൾ ഓർക്കുക, എന്നാൽ എന്നെ നിങ്ങൾ ഓർത്താൽ അദ്കുറുക്കും, നിങ്ങളെ ഞാനും ഓർക്കുന്നതാണ്. അപ്പോ ഞാനിപ്പോൾ ഒരു മനുഷ്യനെ ഓർക്കുന്നുണ്ട്. മനുഷ്യനെ തന്നെ ഒന്ന് ഉപമിക്ക്. ഞാൻ എൻ്റെ ഉമ്മാനെ ഓർക്കുന്നുണ്ട്. അപ്പോ ഉമ്മാനെ ഓർത്തുകൊണ്ട് നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കല്ലല്ലോ ചെയ്യുക. ആ ഉമ്മാക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ നാം ചെയ്തു കൊടുക്കുകയല്ലേ ചെയ്യുക. അതാണല്ലോ യഥാർത്ഥ ഓർമ്മ. അതല്ലാതെ വെറുതെ അങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെയല്ല ഓർക്കല്.
അതേപോലെ തന്നെ നാം അള്ളാഹിനെ ഓർക്കുമ്പോൾ അള്ളാഹു നമുക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തു തരിക എന്ന കടമയാണ് റബ്ബിനുള്ളത്. അതല്ലേ അള്ളാഹു വലിയവനല്ലേ. അള്ളാഹു നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.